അപ്പോൾ ഈ രണ്ട് പ്രൊഡ്യൂസർ ഉള്ളപ്പോഴേ ഇപ്പം ശ്യാമിന് പൈസ കൊടുക്കണം, അപ്പോൾ ഇന്ന് സുരാജ് കൊടു, നാളെ ഞാൻ കൊടുക്കാം, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പരിപാടി എങ്ങനെയായിരുന്നു? അല്ല, അങ്ങനെയല്ലല്ലോ. ഇത് ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ഒരു ബഡ്ജറ്റും കാര്യങ്ങളെല്ലാം മ്യൂച്വലി സംസാരിച്ചുകൊണ്ട് ഏത് ആർട്ടിസ്റ്റിനെ വെക്കണം, ആരാണ് വെക്കേണ്ടത് എല്ലാം സുരാജിനെ അറിയാം. പിന്നെ സുരാജ് അവിടെ ഉണ്ട്. പിന്നെ ഇതെല്ലാം നമ്മൾ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരു ആർട്ടിസ്റ്റിന് ഇത്ര രൂപ, ടെക്നീഷ്യന് ഇത്ര രൂപ, എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഇത് കൊടുക്കേണ്ട ഒരു അക്കൗണ്ടും കാര്യങ്ങളെല്ലാം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ അത് കൃത്യമായിട്ട് പോകും. പ്രൊഡക്ഷനിലൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല. അതെല്ലാം ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ കൃത്യമായിട്ട് നോക്കി. അതുകൊണ്ട് ആ ഏരിയ അതല്ലേ നമുക്ക് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഇതിന്റെ കണക്ക് അങ്ങനെ ആരും എടുക്കാറില്ല. ആ ഒരു സ്ട്രെസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പൃഥ്വിരാജായാലും ആരായാലും ഇദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാരെയൊക്കെ സമീപിക്കുന്നത്. അല്ല, അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ബിസിനസ് ആണ് ചെയ്യുന്നത്. അപ്പം അത് അതിന്റെ റൂട്ടിൽ ഭംഗിയായിട്ട് നടന്നോളൂ. കാരണം നമ്മളത് ഡെയിലി അവിടെ പോയി അങ്ങനെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് എല്ലാവരുടെ മൊബൈലിലും എന്താണ് സിനിമ, എന്താണ് കോസ്റ്റ്, എന്താണ് ഇന്ന് എക്സ്ട്രാ ഉള്ളത് എന്നെല്ലാം നമുക്ക് മൊബൈലിൽ കൂടെ അറിയാം. നമുക്ക് അതിൽ പിന്നെ അതിൻ്റെ അകത്ത് ഒരു എസ്വർണം പറയേണ്ട ഒരു കാര്യമില്ല. പിന്നെ അഡീഷണലായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്ത് ഒരു പെർമിഷൻ ചോദിക്കേണ്ട ഒരു കാര്യമുള്ളൂ. ബാക്കിയെല്ലാം അണ്ടർഷൂട്ടാണ്, എല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ട് ഉള്ള സംഭവങ്ങൾ തന്നെ സിനിമയിൽ സംഭവിക്കും. പിന്നെ ഇദ്ദേഹം ഇല്ലാത്ത സീനുകൾ പോലും പടത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് ത്രൂ ഔട്ട് ആസ് എ ഡയറക്ടർ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ സുരാജ് പടത്തിലുണ്ട്. സോ അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ ഈ സിനിമ ഭയങ്കരമായിട്ട് വലുതാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും ഇത് വലുതാക്കാനും പറ്റത്തില്ല. പുള്ളിക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം വലുതാക്കി. ഒരു വീട്ടിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങൾ ഒരു വീട്ടിൽ എന്നുള്ള ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഒരു വീട്ടിൽ ഒരുപാടുണ്ട്. ഒരു കുടുംബകഥ, ഫാമിലിക്കകത്ത് നടക്കുന്ന. ഇതിപ്പോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ഫാമിലിക്കകത്തും ഇതുപോലെയുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത്. കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ സുരാജ് ഏട്ടൻ ചെയ്ത ക്യാരക്ടർ ആണെങ്കിലും ശ്യാം ചെയ്ത ക്യാരക്ടർ ആണെങ്കിലും രേസും ഈ അച്ഛനമ്മമാർ എല്ലാവരും കാണുമ്പോൾ ഇത് നമ്മുടെ ഒന്നെങ്കിൽ സ്വയം തോന്നും, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ ആളെ ഇതുപോലത്തെ ഒരാളുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന, എന്നാൽ അതിൽ പുതിയൊരു പുതുമയുള്ള ഒരു കഥയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. മനോഹരങ്ങളായ പാട്ടുകളുണ്ട്. 6 പാട്ടാണ് അങ്കിത് മേനോൻ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈരാളി തിരുമാലിയുടെ നരഭോജി എന്നുള്ളൊരു ട്രാക്ക് ഉണ്ട്. പ്രൊമോഷൻ നല്ല പാട്ടുകൾ, നല്ല മ്യൂസിക്കാണ്. ഈ സിനിമയിൽ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള വേറൊരു ഘടകമാണ് ഇതിൻ്റെ പാട്ടുകൾ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ടുകളാണ്. അങ്കിത് മേനോനാണ് ഇപ്പൊ കഴിഞ്ഞ അതെ. പക്ഷെ കഴിഞ്ഞ പടം ജയ്ജയുടെ ആണെങ്കിലും ഗുരുവായൂരമ്പല നടയിലാണെങ്കിലും വാഴയാണെങ്കിലും എല്ലാം ഹിറ്റ് സോങ്ങുകളാണ്. അപ്പൊ അതുകൊണ്ടിട്ട് അതൊരു വലിയ സെല്ലിംഗ് പോയിന്റ് ആണ്. ഇനി കണ്ടിന്യൂ ചെയ്തു. അല്ല, 2 പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ തന്നെ പറയാം.